KSRTCയുടെ ഭാവി ഇനി എന്തായിരിക്കും? പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ എന്തെല്ലാമാണ് മാർഗങ്ങൾ? ഇക്കാര്യത്തിൽ നിരവധി കർമ്മ പദ്ധതികൾ തയ്യാറായിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നതെങ്കിലും വിഷയത്തിൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല. $587.1 കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ KSRTCക്ക് ആകെ നൽകിയിട്ടുള്ള മൂലധന വിഹിതം. എന്നാൽ നിലവിൽ KSRTCയുടെ ആസ്തി 2000 കോടി രൂപയ്ക്ക് മുകളിൽ വരും. മൂലധന വിഹിതത്തിന്റെ എത്രയോ മടങ്ങാണ് ആസ്തി എന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ വസ്തുതയാണ്. ഇതിൽ നിന്ന് വേണം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് തുടക്കം കുറിക്കാൻ. KSRTCയുടെ പുനരുദ്ധാരണത്തിന് കാലാകാലങ്ങളിൽ നിരവധി കർമ്മ പദ്ധതികൾക്ക് സർക്കാരുകൾ രൂപം നൽകാറുണ്ട്. എന്നാൽ ഇവയിൽ പലതും കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ് പതിവ്. തൊഴിലാളി യൂണിയനുകളും വിഷയത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൃത്യമായ പഠനങ്ങൾ നടത്തി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ പ്രതിസന്ധികൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. പ്രതിദിന വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം വായ്പാ തിരിച്ചടവിനാണ് KSRTC നിലവിൽ ഉപയോഗിക്കുന്നത്. ഈ തുക തിരിച്ചടയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിച്ചാൽ സ്ഥാപനത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാകും. നിലവിൽ ഉയർന്ന നികുതിയാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ നിന്നും ഈടാക്കുന്നത്. ഇത് ലഘൂകരിക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യണം. ഇതിനെല്ലാം ഉപരിയായി സംസ്ഥാനത്തെ പൊതുഗതാഗത രംഗത്ത് KSRTCയുടെ പ്രാതിനിധ്യം 50% ഉയർത്തുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. ഇതിനായി പുതിയ ബസ്സുകൾ വാങ്ങേണ്ടി വരും. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാതെ KSRTCയുടെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകില്ലെന്ന് വകുപ്പ് മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. പുതിയ ബസ് വാങ്ങാതെ നിവൃത്തിയില്ല. കാരണം 5 വർഷമാണ് ഒരു ദീർഘദൂര ബസ്സിൻ്റെ ലൈഫ്. 5 കഴിഞ്ഞാൽ അത് പിന്നെ ഷെഡിൽ കയറ്റണം, അല്ലെങ്കിൽ അത് ഓർഡിനറി സർവീസായിട്ട് ഉപയോഗിക്കണം. ഓർഡിനറി സർവീസായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളും 15 വർഷമാണ് അതിൻ്റെ ലൈഫ്. 15 വർഷം കഴിയുമ്പോൾ സ്ക്രാപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്ക്രാപ്പ് ചെയ്യത്തക്ക വിധത്തിലുള്ള 10,500 ബസ്സുകൾ KSRTCയിൽ നിൽക്കുക. അത് റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ KSRTC അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ പുതിയ ബസ്സുകളില്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ അതിനെല്ലാം നല്ല ട്രാൻസ്പെറൻ്റായ രൂപത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശ്രമത്തിൽ ഉന്നത മാനേജ്മെന്റ് തലത്തെ ശക്തിപ്പെടുത്തുകയാണ് സ്ഥാപനത്തെ രക്ഷിക്കാനായി അടിയന്തരമായി ചെയ്യേണ്ട മറ്റൊരു കാര്യം. വ്യക്തമായ ലക്ഷ്യബോധമുള്ള മാനേജ്മെന്റിനെ 40,000-ലധികം തൊഴിലാളികൾ ജോലിയെടുക്കുന്ന KSRTCയെ നയിക്കാൻ സാധിക്കൂ. നിലവിൽ കോർപ്പറേഷന്റെ ഉന്നതതല മാനേജ്മെന്റ് ദുർബലമാണ്. സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കുക, ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം നൽകുക, ഗ്യാരേജുകൾ നവീകരിക്കുക, സ്പെയർ പാർട്സുകൾ വാങ്ങാൻ കേന്ദ്രീകൃത സംവിധാനം നടപ്പിലാക്കുക എന്നിവയും പ്രാധാന്യം നൽകി പൂർത്തിയാക്കേണ്ട കാര്യങ്ങളാണ്. ഇതോടൊപ്പം ബസ് സ്റ്റേഷനുകളോടനുബന്ധമായി വാണിജ്യ സമുച്ചയങ്ങൾ, പേ ആൻഡ് പാർക്ക് സൗകര്യം, പൊതു ഡീസൽ പമ്പുകൾ തുടങ്ങിയവയും പരിഹാര നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. കോർപ്പറേഷന് പുതിയതായി 1300 ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചത് പ്രതീക്ഷകൾ നൽകുന്നതാണ്. KSRTC നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന പുതുതലമുറയുടെ പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളും ബ്ലോഗുകളും ഉപയോഗിച്ച് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതിനോടകം പലയിടത്തും ഫലം കണ്ടു കഴിഞ്ഞു. KSRTCയുടെ ഭാവിയെക്കുറിച്ച് സർക്കാരിനുള്ളതിനേക്കാൾ വ്യക്തമായ കാഴ്ചപ്പാടാണ് പുതുതലമുറയ്ക്കുള്ളത്. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളത് പുതുതലമുറയ്ക്കാണ്. ഇതിൽ തന്നെ KSRTCയുടെ പങ്കും അവർക്ക് വ്യക്തമായി അറിയാം. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും ബ്ലോഗുകളിലും KSRTC നിറസാന്നിധ്യമാകുന്നത്. KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിനെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് യുവാക്കൾ നൽകിയിട്ടുള്ള സൈറ്റുകളിലുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും ഇവർക്കുണ്ട്. KSRTCയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക, അതാണ് നമ്മളുടെ ലക്ഷ്യം. പ്രധാനമായിട്ടും KSRTCയെക്കുറിച്ച് മിക്ക ആളുകൾക്കും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 60% ആളുകൾക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉള്ളത്. KSRTC കൃത്യസമയത്ത് ഓടില്ല, റിലയബിൾ അല്ല, അതല്ല ഇതല്ല. KSRTCയെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ ആൾക്കാർ പറയാറുണ്ടാവുള്ളൂ. കുറ്റങ്ങളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിലുപരി KSRTCയെക്കുറിച്ച് നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാകുന്ന, അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. നമുക്കൊരു യൂത്തിനെ പ്രോപ്പറായിട്ട് അവെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ, ഈ ഒരു KSRTCയിലേക്ക് നമുക്ക് കൂടുതൽ യൂത്തിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. KSRTCയുടെ വികലമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ഇത്തരം ബ്ലോഗുകൾ വഴിയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വഴിയും ഉണ്ടാകാറുണ്ട്. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പല തീരുമാനങ്ങൾ പിൻവലിക്കാനും കോർപ്പറേഷൻ തയ്യാറായിട്ടുണ്ട്. KSRTCയുടെ നന്മ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം പോരാട്ടങ്ങൾ ഇനിയും തുടരുമെന്നത് ശുഭപ്രതീക്ഷയാണ്.
ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കേണ്ട സ്ഥാപനമല്ല KSRTC. പൊതുഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ KSRTC നിലനിൽക്കേണ്ടത് ഏവരുടെയും ആവശ്യമാണ്. ഇക്കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറായാൽ റോഡുകളുടെ രാജാവായി ആനവണ്ടികൾ ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകും. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.